ബിനോയ്, മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി ആവശ്യമുണ്ട്. ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷനെ ഇന്ന് പ്രഖ്യാപിച്ചേക്കും. പുതിയ അധ്യക്ഷനെ കേന്ദ്രീകരിച്ചായിരുന്നു ഇതുവരെ ചർച്ചകളെങ്കിൽ ഏറ്റവും ഒടുവിൽ കെ സുരേന്ദ്രൻ തന്നെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തുടർന്നേക്കുമെന്ന സൂചനകളും പുറത്തേക്ക് വരുന്നു. 5 വർഷം പൂർത്തിയായെങ്കിലും തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ അവസാന ലാപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ അധ്യക്ഷനെ മാറ്റുന്നത് ഉചിതമല്ല എന്ന് കേന്ദ്ര നേതൃത്വത്തിൽ ഒരു വിഭാഗം വിലയിരുത്തുന്നുണ്ട്. എന്തൊക്കെയാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ? തീർച്ചയായും BJPക്കകത്ത് വലിയ തരത്തിലുള്ള ഗ്രൂപ്പ് പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷനെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ദേശീയ നേതൃത്വത്തിൻ്റെ നീക്കം. അത് സുരേന്ദ്രന് അനുകൂലമാകാൻ തന്നെയാണ് സാധ്യത. കാരണം കെ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചുമതലയേറ്റിട്ട് 5 വർഷത്തിലധികമായെങ്കിലും അത് 2 ടേമായി കണക്കാക്കുന്നില്ല. 2.5 വർഷം ഒഴിവാക്കി നിർത്തിക്കൊണ്ട് 1 ടേമായി മാത്രം പരിഗണിക്കാൻ തന്നെയാണ് ദേശീയ നേതൃത്വത്തിൻ്റെ തീരുമാനം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ BJP സംസ്ഥാനത്ത് നേടിയ നേട്ടങ്ങൾക്ക് പിന്നിൽ വലിയ തരത്തിൽ ചുക്കാൻ പിടിക്കാൻ കെ സുരേന്ദ്രന് കഴിഞ്ഞു എന്നാണ് ദേശീയ നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ. പ്രത്യേകിച്ചും BJP ദേശീയ അധ്യക്ഷൻ നദ്ദ, അതുപോലെ തന്നെ JP നദ്ദ, അതുപോലെ തന്നെ അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ കെ സുരേന്ദ്രന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. കാരണം സംസ്ഥാനത്ത് തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ തന്നെ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞതിനപ്പുറത്തേക്ക് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എത്തിയപ്പോഴേക്കും തൃശ്ശൂർ BJPക്ക് പിടിക്കാൻ കഴിഞ്ഞത് BJPയുടെ നേട്ടമായിട്ടും അതിന് ചുക്കാൻ പിടിക്കാൻ കെ സുരേന്ദ്രന് കഴിഞ്ഞു എന്നുള്ളതും അദ്ദേഹത്തിന് സാധ്യതകൾ ഏറുകയാണ്. മാത്രവുമല്ല, തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ BJPക്ക് ഗണ്യമായ രീതിയിൽ വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJP ചില സ്ഥലങ്ങളിൽ, അതായത് പ്രത്യേകിച്ച് നിയമസഭാ മണ്ഡലങ്ങളിൽ മുന്നിലെത്താൻ കഴിഞ്ഞു. ഒപ്പം BJP 2ാം സ്ഥാനത്താണ്. ഇനി വരും ദിവസങ്ങളിൽ ശക്തമായ ഒരു പ്രചരണ പരിപാടി നടത്തുകയാണെന്നുണ്ടെങ്കിൽ തദ്ദേശഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും തിരുവനന്തപുരം കോർപ്പറേഷൻ BJPക്ക് പിടിക്കാൻ കഴിഞ്ഞാൽ അതൊരു വലിയ നേട്ടമായി കാണുന്നു. നിലവിലെ സാഹചര്യത്തിൽ ഒരു അധ്യക്ഷനെ മാറ്റിക്കൊണ്ട് മറ്റൊരാളെ കൊണ്ടുവരുന്നതിനോടുള്ള വിയോജിപ്പ് ദേശീയ നേതൃത്വത്തിൻ്റെ ചർച്ചയിലും വ്യക്തമായിട്ടുണ്ട്. അതേസമയം ഇത്തരത്തിൽ കെ സുരേന്ദ്രനെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നീട് ആര് വരും എന്നുള്ള കാര്യത്തിൽ ഒരു ഉറച്ച തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. പലരും പല ഗ്രൂപ്പുകളുടെ നേതാക്കന്മാരായി മാറി നിൽക്കുന്ന ഒരു സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു സമവായത്തിലൂടെ രാജീവ് ചന്ദ്രശേഖറിനെ BJP ഒരു പക്ഷേ സംസ്ഥാന അധ്യക്ഷനാക്കാൻ സാധ്യതയുണ്ട്. അദ്ദേഹത്തിനും താഴെത്തട്ടുമുള്ള നേതാക്കന്മാരുമായി വലിയ ബന്ധമില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം കേരളത്തിലെത്തി, തിരുവനന്തപുരത്ത് 2ാം സ്ഥാനത്ത് BJP എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ സംസ്ഥാന വ്യാപകമായ ഒരു പ്രവർത്തനം നടത്തിയ നേതാവല്ല. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ നേതാക്കന്മാരുടെ ഭാഗത്തൊന്നും വിയോജിപ്പിനുള്ള സാധ്യതയുമുണ്ട്. പിന്നീട് ഒരു വനിതാ പ്രതിനിധി എന്ന നിലയ്ക്കും അല്ലെങ്കിൽ വനിതാ പ്രാതിനിധ്യം നൽകണം എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ ശോഭാ സുരേന്ദ്രന് നൽകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. പക്ഷേ ഗ്രൂപ്പുകൾക്ക് അതീതമായി മാറി ഓരോ ഗ്രൂപ്പിനൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യം ശോഭാ സുരേന്ദ്രൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പുകളുടെ ആളായി മാറി എന്ന നിലയ്ക്ക് അതിനുള്ള സാധ്യതയും നമുക്ക് കൃത്യമായി പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. MT രമേശുണ്ട്. MT രമേശ് ദേശീയ നേതൃത്വത്തിന് വലിയ താല്പര്യമുള്ള ഒരു കക്ഷിയാണ്. കാരണം മറ്റ് നേതാക്കന്മാരോടൊപ്പം ഒപ്പം എല്ലാവരുമായി ഒരു സമവായത്തിലൂടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ഒരാൾ കൂടിയാണ് MT രമേശ്. പിന്നീടുള്ളത് കൃഷ്ണദാസും V മുരളീധരനുമാണ്. ഇവരൊക്കെ സംസ്ഥാന അധ്യക്ഷന്മാരായി ഇരുന്ന ആളുകൾ കൂടിയാണ്. ഇവർക്കുള്ള പരിചയം കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള സാധ്യതയും തള്ളിക്കളയാൻ ആകില്ല. എന്തായാലും കേരളത്തിൻ്റെ ചുമതലയുള്ള നേതാക്കന്മാർ നേരത്തെ തന്നെ കെ സുരേന്ദ്രന് അനുകൂലമായൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയുവാൻ കഴിയുന്നത്. കാരണം BJP സമീപകാലങ്ങളിൽ നടത്തിയ രാഷ്ട്രീയപരമായ നീക്കങ്ങൾ, ഒപ്പം പാർട്ടിക്കകത്ത് നടത്തിയ നീക്കങ്ങൾ, അതിനെല്ലാം തന്നെ വിജയപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സുരേന്ദ്രന് കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിന് ഏറ്റവും വലിയ നേട്ടമായി എടുത്തു പറയുന്നത്. കാരണം BJP ജില്ലാ പ്രസിഡന്റുമാരെ അല്ലെങ്കിൽ BJPയുടെ ഒരു ജില്ലയെ തന്നെ 2-3 ഘടകങ്ങളാക്കി മാറ്റി ചുമതലകൾ കുറച്ചുകൊണ്ട് പല ജില്ലകളിലും 3-2 ജില്ലാ പ്രസിഡന്റുമാരെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ഉള്ള നീക്കം അത് BJPക്ക് വരും ദിവസങ്ങളിൽ വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രത്യേകത. ഒപ്പം RSSന് വലിയ തരത്തിൽ വിയോജിപ്പ് കെ സുരേന്ദ്രൻ്റെ കാര്യത്തിലില്ല. കാരണം സുരേന്ദ്രൻ RSSുമായി വലിയ തരത്തിൽ നന്നായി അടുത്തു പോകുന്ന ഒരു നേതാവാണ്. RSS പറയുന്ന കാര്യങ്ങൾ കൃത്യമായി പരിഗണിക്കുകയും അതിനർഹമായ രീതിയിൽ പ്രാധാന്യം നൽകുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ RSSൻ്റെ കാര്യവും സുരേന്ദ്രനൊപ്പമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സുരേന്ദ്രന് സാധ്യത ഏറുകയാണ്. ശരി, ബിനോയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.